ആരൊക്കെ എന്നെ കളിയാക്കിയാലും വേണ്ടില്ല, എനിക്കൊരു പ്രശ്നമല്ല. എന്നെ ദൂരം നെഗറ്റീവ് കമന്റ്സ് അടിച്ചാലും എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. കിച്ചാമണി അവിടെ ഇരുന്ന് ചിരിക്കും കേട്ടോ ഗൈസ്. മേക്കോവർ വീഡിയോയും നടക്കും, അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഹെയർ മാസ്കും ആവും. എനിക്കറിയില്ല എത്രത്തോളം ഇതിനകത്ത് കെമിക്കലൊക്കെ എന്താണേലും ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് വെറ്റാക്കാം. ഇതിപ്പോൾ വന്ന് എൻ്റെ ഡ്രസ്സും കൂടെ നനയുന്ന ഒരു ലക്ഷണം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മഹാ ഒരു അഡാറ് ഫ്ലോപ്പിലേക്കാണോ പോകുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുടി കണ്ടോ, ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിന് വേണ്ടി ഒന്നേ ഒന്ന് പ്രോഡക്റ്റ് മാത്രം മതി. അത് എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, നമ്മുടെ അലോവേറ ജെല്ല് മാത്രം മതി. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വോഗിലൊക്കെ വരുന്ന പോലെ ഭയങ്കര ഹൈ ഫാഷൻ ആയിട്ടുള്ള ഒരു ഷൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഒരുങ്ങാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫുള്ള് തലയിലേക്ക് വാരി പൊത്താൻ പോവാണ് കേട്ടോ. മതിയാവോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇനി ഇത് പോരെങ്കിൽ നമുക്ക് റിയൽ അലോവേറ ജ്യൂസ് തന്നെ നമുക്ക് അരച്ച് തലയിലേക്ക് പൊത്താം. എന്നിട്ട് വരുന്നൊരു ലുക്ക് ഉണ്ടല്ലോ, എൻ്റെ സാറേ ശരിക്കും അടിപൊളി ലുക്കായിരിക്കും, ഒരു വെറ്റ് ലുക്കായിരിക്കും. എനിക്ക് അതാണ് ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടത് താനും കേട്ടോ. എൻ്റെ മുടിക്ക് കുഴപ്പമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് ഈ ഇങ്ങനെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ടൈപ്പ് ഓഫ് അലോവേറ ജെൽ എനിക്ക് അത്ര ട്രസ്റ്റ് ഇല്ല കേട്ടോ. നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അലോവേറ ജെല്ലായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുക. എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച സാധനം ഇങ്ങനെ അലോവേറ ജെല്ല് ഡയറക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മുടി വാഷ് ചെയ്യേണ്ട ഒരു മിക്കവാറും വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു കൊക്ക് കൊളിച്ച പോലെയുള്ളൊരു ഫീലാണ് വേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം മുടി, എന്നിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നന്നായിട്ട് കിടക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണേലും ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മേക്ക് ഓവർ വീഡിയോ. നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് വെറ്റാക്കാം. ഇതിപ്പോൾ വന്ന് എൻ്റെ ഡ്രസ്സും കൂടെ നനയുന്ന ഒരു ലക്ഷണം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മഹാ ഒരു അഡാറ് ഫ്ലോപ്പിലേക്കാണോ പോകുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താവുന്ന ഒരു പിടിയില്ല. എന്താണേലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് പ്രതീക്ഷ പോലെയൊക്കെ ആയിരുന്നാൽ മതിയായിരുന്നു. അപ്പം ഇതൊന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മൊട്ട ലുക്കാണ് കേട്ടോ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മുടി അങ്ങ് ഒട്ടിച്ച് വയ്ക്കുകയാണ് വേണ്ടത്. മുടി എന്തോരം ഹെയർ ഫാളാന്ന് നോക്കിയത് കണ്ടോ. ബ്യൂട്ടി ബ്ലോഗറാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് നല്ല ഹെയർ ഫാൾ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ പിന്നെ അലോവേറ ജെല്ല് ഇതേ വാരി തൂക്കുവാണ് കേട്ടോ. അപ്പം ഏകദേശം ഈ ഒരു ബോട്ടിൽ ഇതേ പകുതിയായി. മേക്കോവർ വീഡിയോയും നടക്കും, അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഹെയർ മാസ്കും ആവും. എനിക്കറിയില്ല എത്രത്തോളം ഇതിനകത്ത് കെമിക്കലൊക്കെ എന്താണേലും ഉണ്ടാവും, കേടാവാതെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെയാണോ പൊന്നോ. പക്ഷെ എൻ്റെ മുടി അങ്ങോട്ട് എന്താ ഒരു ഇത് വരുന്നില്ല, എന്നാന്നറിയത്തില്ല. വന്നല്ലേ കുറെയൊക്കെ. പക്ഷെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ടെയിൽ കോമ്പ് വെച്ചിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കാം. കിച്ചാമണി അവിടെ ഇരുന്ന് ചിരിക്കും കേട്ടോ ഗൈസ്. കിച്ചാമണിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. കിച്ചാമണിക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും മിക്കാറും. പണ്ട് ഇങ്ങനത്തെ കുറേ കോപ്രായങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കാട്ടിക്കൂട്ടുമായിരുന്നു. അതൊക്കെ ഓർമ്മ വരുന്നുണ്ട് കൊച്ചിനിപ്പം. ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരൊക്കെ എന്നെ കളിയാക്കിയാലും വേണ്ടില്ല, എനിക്കൊരു പ്രശ്നമല്ല. എന്നെ ദൂരം നെഗറ്റീവ് കമന്റ്സ് അടിച്ചാലും എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ സൈലൻസ് ആണ്. നമ്മളവരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ജസ്റ്റ് എക്സ്പ്ലോർ. പശ നിനക്കൊക്കെ അല്ലേ ഒരു സാധനം വാരി തൂക്കാൻ മടിയുള്ളൂ. ഉണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ സേഫേ അല്ല ഈ സാധനം തൂക്കുന്നത്. എന്നിട്ട് പോലും ഞാൻ കണ്ടോ തൂക്കുന്നത് കണ്ടോ. ഇവളെ സംബന്ധിച്ച് ഇവക്കൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ തൂക്കില്ല കേട്ടോ. അത് പുള്ളിക്കാരി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എണ്ണ പറ്റില്ല, എണ്ണയൊന്നും ബോഡിയിൽ എണ്ണ ഇഷ്ടമേ ഇല്ല. എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞാലും അവളത് തൂക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു സാധനമാണ് കിച്ചാമണി. എല്ലാം കേട്ടോണ്ടിരിക്കുക. കിച്ചാമിയുടെ കുറ്റം കിച്ചാമിയുടെ ഫ്രണ്ട് വെച്ച് തന്നെ പറയാം. അപ്പം ഏകദേശം ഒരു കൊക്ക് ലുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മളത് കോമ്പ് ചെയ്ത് വടിവത്തതാക്കുവാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ബ്രിൻഡോ ഇതൊന്നും കാണാൻ കഴിയില്ലാണ്ട് ഓടിപ്പോയിട്ട് ആള് മീൻസ് അപ്പുറത്തെ മുറിയിൽ കഥ കടച്ചിരിക്കുകയാണ്.
ഇതൊന്നും കാണാനും കേൾക്കാനും എന്നെ കൊണ്ട് വയ്യ. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ കോസ്റ്റ്യൂം വന്നിട്ട് വളരെ വിചിത്രമായൊരു കോസ്റ്റ്യൂമാണ്. ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത കോസ്റ്റ്യൂമാണ്. അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല, വെറും സാറ്റിൻ തുണി ചെയ്തെടുത്തേക്കാണ്. മാച്ചിങ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഐ ലുക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ദേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ സൗണ്ട് വീഡിയോയിലുള്ള സൗണ്ട് ആഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആവുന്നുണ്ട് വീഡിയോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് പ്രിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. മെയിൻ ഷോട്ടുകൾ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നതിന് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്കിൻ നമ്മൾ പ്രിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ടോണർ, മോയ്സ്ചറൈസർ, പ്രൈമർ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം അത് മസാജ് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മൾ ഐ ഷാഡോ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഐ ലുക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കറക്റ്റിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്, നല്ലോണം ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നു. ദെൻ അടുത്തായിട്ട് നമ്മൾ കൺസീലർ വെച്ചിട്ട് കണ്ണിൻ്റെ ഐലിഡ് നമ്മൾ നന്നായിട്ട് അത് കൺസീൽ ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഐ ഷാഡോ ആണ് ചെയ്യാൻ പോകുന്നത്. ഐ ഷാഡോ ചെയ്യാനായിട്ട് അനസ്താസിയ ബിവറി ഹിൽസിലെ നമ്മൾ കുറച്ച് ബ്രൗൺ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈറ്റ് ബ്രൗൺ ഇട്ടു, ദെൻ കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ഇട്ടു. ഇനി കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ നമ്മൾ ആപ്ലിക്കേറ്റർ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുവാണ്. ദെൻ നമ്മൾ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ നമ്മൾ ഈ ഒരു കളറിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കൂട്ടി കൊണ്ടുവരുവാണ്. അതിനായിട്ട് നമ്മൾ ബ്ലാക്ക് ഐജൽ, മാക്കിൻ്റെ ഐജലാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നല്ലോണം സ്മോക്കി ചെയ്ത് കൊടുക്കുവാണ്. ആ ടെയിൽ നീട്ടി വരച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടേപ്പ് ഉള്ളത് കൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഒട്ടും സ്പ്രെഡ് ആവാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഐസ് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മ രക്തരാക്ഷസിനെ പോലെ ഉണ്ടല്ലേ. ഇനി ഈ ഐസും കൂടെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫൈനലി ഇത് രണ്ട് കണ്ണിലും ഒരു രക്തരക്ഷസായി മാറിയിട്ടുണ്ട് ഞാൻ. ഇനി അടുത്തായിട്ട് നമ്മൾ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നത് പാക്ക് ഗ്ലിറ്ററി ഐ ഷാഡോ പാലറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീം ഐ ഷാഡോ ആണ്. അപ്പോൾ ഈ ഒരു പാലറ്റിൽ ഈ ഒരു ബ്ലാക്കും അല്ല, ഒരുമാതിരി ചെറിയൊരു വൈൻ കളർ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്മോക്കി ഐസിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയി വരുന്നു. ചെറിയൊരു ഗ്ലിറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐ ലുക്ക് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇനി ഇത് ഐലാഷ് ഫിക്സ് ചെയ്തു. ഇനി സെഫോറയുടെ തന്നെ ഭയങ്കര സ്കിൻ ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഡെയിലി യൂസിന് ഏറ്റവും പറ്റിയൊരു ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പോൾ റിസൾട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ? വാവ്, അൺബിലീവബിൾ ആയിട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുണ്ട് ആ ഒരു ടെയിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ദെൻ അടുത്തായിട്ട് നമ്മളിത് ഫൗണ്ടേഷൻ ബാക്കി ഫിനിഷ് ചെയ്യുവാണ്. ദെൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൺസീലർ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്നൊരു കവറേജ് കൂടെ കൊടുക്കുകയാണ്, ഡാർക്ക് സർക്കിളൊക്കെ ഹൈഡ് ആവാൻ വേണ്ടിയിട്ട്. ഒരു ഹൈലൈറ്റിംഗ് മെത്തേഡും കൂടെയാണിത്. ദെൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ശരിക്കൊരു വെറ്റ് ലുക്കാണ്. സോ നമ്മൾ എയർ ബ്രഷിൻ്റെ ഒരു കോട്ട് കൊടുക്കുന്ന വഴി നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അത് തന്നെയാണ് എയർ ബ്രഷിൻ്റെ സ്പെഷ്യാലിറ്റിയും. പിന്നെ നമ്മളിതേ ഐബ്രോസ് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ത്രെഡൊക്കെ ചെയ്തിട്ട് കുറച്ച് കാലമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ത്രെഡ് ചെയ്യാൻ പോകാൻ പോലും എനിക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു നേര് പറഞ്ഞ ഒരു കാര്യം. കാരണം ഡാഡി മമ്മിയൊക്കെ പോയപ്പോൾ ഞാൻ ഭയങ്കര തിരക്കാണ് കേട്ടോ ശരിക്കും. ഇനി ഇത് അടുത്തായിട്ട് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. കാജലായിട്ട് മൈഗ്ലാമിൻ്റെ കാജലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ദെൻ അടുത്തായിട്ട് ഈ ഐ ഷാഡോ വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ അടിഭാഗം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ടെയിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ലൈനർ വരച്ച് കൊടുത്തു. ദെൻ നമ്മൾ ലാഷസ് മസ്കാരയൊക്കെ അപ്ലൈ ചെയ്തു. ഇനി സെഫോറയുടെ ഒരു ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടു. ദെൻ ലിപ് ഗ്ലോസ് ഇട്ടു. നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു. ദെൻ നമ്മൾ കോണ്ടോറിങ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് നമ്മുടെ മേക്കപ്പ് ഫൈനൽ ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. ഐ മേക്കപ്പ് കവർ ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ ഐ മേക്കപ്പ് അത് വെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇത് റെഡി ആവുന്നു. നല്ലോണം വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതേ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ വെറ്റ് ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നമ്മുടെ ആക്സസറീസ് കൂടെ വരുമ്പോഴാണ് ഈ ലുക്കിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്.
ഈ ലുക്കിന് മാച്ചിങ് ആയിട്ടുള്ള അടിപൊളി ആക്സസറീസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ലുക്കിലൊരു പട്ടി ഷോ ആവാം അല്ലേ? എടുക്കാലോ, അതിനുള്ള വകുപ്പില്ലേ ഗൈസ്? ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ ഒരു ലുക്ക് ചെയ്തത്. അപ്പം എൻ്റെ മനസ്സിലുള്ള പോലെയൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.